ബോളിവുഡിന്റെ ചരിത്രം മാറ്റിയെഴുതിയ ദുരന്തർ കാരണം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഡോൺ 3യും ദൃശ്യം 3 ഹിന്ദി പതിപ്പുമാണ്. വർഷങ്ങളായി ബോളിവുഡിലെ ഏറ്റവും വലിയ തുടർ ചിത്രങ്ങൾക്ക് അനിശ്ചിതത്വം നേരിടേണ്ടി വന്നിരുന്നില്ല. പ്രധാന കാരണം അതിലെ കഥാപാത്രങ്ങൾ മുൻപ് നിശ്ചയിച്ചിരുന്നത് തന്നെയാണ് എന്ന് തന്നെ. എന്നാൽ ദുരന്തർ ഈ ചരിത്രമാണ് മാറ്റിയെഴുതിയത്. ഡോൺ 3യിൽ നിന്ന് രൺവീർ സിംഗും ദൃശ്യം 3യിൽ നിന്ന് അക്ഷയ് ഖന്നയും പിന്മാറിയതായിട്ട് റിപ്പോർട്ട്. ദുരന്തറിന്റെ വമ്പൻ വിജയത്തോടെ ഇനി ആക്ഷൻ ഗാങ്സ്റ്റർ സിനിമകളിൽ നിന്ന് രൺവീർ ഇടവേള എടുക്കുകയാണെന്നും മറ്റു യോണറിലേക്കു കൂടി ശ്രദ്ധ കൊടുക്കാനാണ് നടന്റെ ഉദ്ദേശമെന്നുമാണ് റിപ്പോർട്ടുകൾ. ദൃശ്യം 3ന്റെ ഹിന്ദി പതിപ്പിൽ നിന്ന് ബോളിവുഡ് താരം അക്ഷയ് ഖന്ന പിന്മാറിയെന്നും റിപ്പോർട്ടുകളുണ്ട്. അജയ് ദേവ്ഗൺ നായകനായി എത്തുന്ന ചിത്രത്തിൽ നിന്നും റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അക്ഷയ് ഖന്നയുടെ മാറ്റം. ചിത്രത്തിൽ തബു അവതരിപ്പിക്കുന്ന പോലീസ് കഥാപാത്രത്തിന്റെ അടുത്ത സുഹൃത്തായ അജിത് തരുൺ അഹ്ലാവതയായാണ് അക്ഷയ് ഖന്ന എത്തിയത്. ദുരന്തറിന്റെ വമ്പൻ ബോക്സ് ഓഫീസ് വിജയത്തെ തുടർന്ന് അക്ഷയ് തന്റെ പ്രതിഫലത്തിൽ ഗണ്യമായ വർധനവ് ആവശ്യപ്പെട്ടുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിഫല തുകയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് താരം ചിത്രത്തിൽ നിന്ന് പിന്മാറിയതെന്ന് പറയുന്നു. തിരക്കഥയിലുള്ള അഭിപ്രായ വ്യത്യാസവുമുണ്ടെന്ന് പറയപ്പെടുന്നു. ആദിത്യ സംവിധാനം ചെയ്ത ദുരന്തർ ഡിസംബർ 5-നാണ് തിയേറ്ററുകളിലെത്തിയത്. പാകിസ്ഥാനിലെ ഓപ്പറേഷൻ ലിയാരിയും ഇന്ത്യൻ ഇന്റലിജൻസിന്റെ പങ്കാളിത്തവും സംബന്ധിച്ച സംഭവങ്ങളെയാണ് സിനിമയ്ക്ക് പ്രചോദനമായത്. രൺവീർ സിംഗിനൊപ്പം സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, ആർ മാധവൻ, അർജുൻ രാംപാൽ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ജ്യോതി ദേശ്പാണ്ഡെയുടെ ജിയോ സ്റ്റുഡിയോസും ആദിത്യ ലോകേഷ് ധറിന്റെ B62 സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. 2026 മാർച്ച് 19-ന് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം റിലീസ് ചെയ്യുമെന്ന് നിർമ്മാതാക്കൾ സ്ഥിരീകരിച്ചു. എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.